ബാലൻ സിനിമ കണ്ടു. ഇന്നലെ സിനിമ കാണാൻ പറ്റാഞ്ഞത് ഒരു വലിയൊരു സങ്കടമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അത് ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ കാണേണ്ടതായിരുന്നു തോന്നുന്നു. പക്ഷേ ആരും ഇതിനെക്കുറിച്ചിട്ട് കഥ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മറ്റൊരു വശങ്ങളും നോക്കാതെയാണ് ഇന്ന് സിനിമയ്ക്ക് വന്നത്. ബാലൻ ഒറ്റ വാക്കി പറയാം, ക്ലാസിക് ബാലൻ. ഒരു രക്ഷയില്ലാത്ത മൂവി, കിട്ടില്ല സാധനം. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ എന്താ പറയുക താരപരിവേഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരൊക്കെ ഗംഭീര സാധനങ്ങളാണ്. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ സുഷി ശ്യാമിൻ്റെ മ്യൂസിക്, ജിത്തു മാധവൻ റൈറ്റർ, അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ടീമിൻ്റെ ഒരു സിനിമയാണ് ബാലൻ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഫർസാന, പുള്ളിക്കാരിയുടെ ഫസ്റ്റ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഫർസാനയുടെ മകനായിട്ട് ചെറിയ പ്രായം ചെയ്തിരിക്കുന്നത് ആദിഷയാണ്. അതിനുശേഷം പിന്നെ കുറച്ച് ഏജ്ഡായിട്ടുള്ള റോൾ ചെയ്തിരിക്കുന്നത് സിനാൻ. രണ്ടുപേരും ഈ കൊച്ചു ബാലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ പയ്യനും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏജായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ രണ്ടുപേരുടെയും പെർഫോമൻസ്, മോനെ എന്നാ പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇവര് ഈ അമ്മയും മകനും ഇവർ തമ്മിലുള്ള ചില കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമയുടെ കഥ പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. ഒരു സ്ലോ സ്പേസാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നതെങ്കിലും നമ്മൾ ആ കഥയിലേക്ക് ഇങ്ങനെ അങ്ങ് ആഴത്തിലങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, ഒരു അമ്മച്ചിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അമ്മച്ചിയൊക്കെ എന്താ പെർഫോമൻസിനകത്ത്, കിടിലം പെർഫോമൻസ് ആണ് ആ ഒരു അമ്മയുടെ. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, സുഷി ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് വേറെ ലെവലും. പിന്നെ നമ്മുടെ ലാലിൻ്റെ മകൻ ജീൻ ലാൽ, പുള്ളി ഇതിനകത്തൊരു പോലീസുകാരൻ്റെ റോളിൽ എത്തുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇതായിട്ടൊക്കെ തോന്നും, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് ആണ് നമ്മുടെ ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ടൊവിനോ അബ്ബാസ് എന്ന് പറയുന്ന ഒരു കള്ളൻ്റെ ക്യാരക്ടർ. അത് വലിയ സസ്പെൻസ് സാധനമൊന്നുമല്ല, പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൊവിനോ നമുക്ക് ഈ സിനിമയിൽ കാണാം. പുള്ളിയുടെ ആ ഒരു രൂപത്തിലൊക്കെ ആണെങ്കിൽ ഒരു മാറ്റമൊക്കെ വരുത്തി ഒരു കുടവേറൊക്കെ ചാടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ടൊവി ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഈ സിനിമ തീർക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒരു കിഡിലൻ ട്വിസ്റ്റ്, കിഡിലൻ ക്ലൈമാക്സ്, നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഗംഭീര സാധനം. നമ്മൾ ഈ എക്കോ സിനിമ കണ്ടില്ലേ, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് തന്നെ. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടില്ലനാട്ടാ. എന്താണെങ്കിലും ചിദംബരം ഡയറക്ടർ, നമ്മുടെ ഐക്കോൺ എടുക്കുന്ന സിനിമകളെല്ലാം ഇത്തരം സിനിമകൾ തന്നെയാണ്. കാരണം വലിയ താരപരിവേഷമൊന്നും ഇല്ലെങ്കിലും കഥാമൂല്യമുള്ള സിനിമകൾ തന്നെ. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫിയൊക്കെ ഗംഭീരമാണ്. ഈ സിനിമയുടെ A to Z എല്ലാം ഒന്നിനൊന്നിനും മികച്ചു നിൽക്കുന്നതന്നെ. ബെറ്റർ സാധനം. അവസാനത്തെ ആ ക്ലൈമാക്സിൽ ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡിലൻ മൂവി. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമ കണ്ടിട്ട് ആരെങ്കിലും നെഗറ്റീവ് പറയുമെന്ന് എനിക്ക് തോന്നില്ല. അമ്മാതിരി പെർഫോമൻസ്. ആ ബാലൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുള്ള, അതായത് കുട്ടിക്കാലം ചെയ്തിട്ടുള്ള ആ കുട്ടിയുടെ ഓരോ മൂമെൻറ്റ്സും കുട്ടിയുടെ പെർഫോമൻസൊക്കെ എമ്മാതിരി എജ്ജാതി സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കിട്ടില്ല സാധനം കേട്ടാവും. ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം അമ്മാതിരി ഒരു സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ബാലൻ, ക്ലാസിക് ബാലൻ, ഗംഭീര സാധനം, അടിപൊളി മൂവി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു സിനിമ. എന്താ പറയുക, ഇങ്ങനെ തട്ടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അത് ഞാൻ പറയാൻ സത്യം, ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ വരുന്ന ആ സമയത്തും ഈ കുട്ടിയുടെ ആ ചില സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അറിയാതെ നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് നനഞ്ഞു പോകും. അമ്മാതിരി പെർഫോമൻസ്, നാച്ചുറൽ പെർഫോമൻസ് എല്ലാവരും കേട്ടോ. ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്നിനും ബെറ്ററായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ രണ്ട് കുട്ടികളും ഇതിനകത്ത് നായികയും കിട്ടില്ല. ഫർസാന ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നതാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അതുപോലത്തെ ഒരു കിടിലം പെർഫോമൻസ് ഈ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സിനിമ. ഇങ്ങനെ വേണം സിനിമ എടുക്കാൻ. വലിയ കോടികളൊക്കെ എടുത്തിട്ട് കടവറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വേറെ ലെവല്, പൊള്ളി സാധനം.
ഒന്നും പറയാനില്ല. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം.